ശരിയാണ് കേട്ടോ. ഭയം നിങ്ങളുടെ ബുദ്ധിയെ വികലമാക്കുന്നു, അത് പിന്നീട് അഹങ്കാരത്തിലേക്ക് നയിക്കുന്നു. അഹങ്കാരികൾ യഥാർത്ഥത്തിൽ ധീരന്മാരല്ല, ഭീരുക്കളാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വാർത്ത വരുന്നു. MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റിപ്പോർട്ടറിനോട്. അക്കാര്യത്തിൽ തീരുമാനമായി. റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെതിരെ നടപടിയെടുത്തത്. സ്ഥാനക്കയറ്റത്തിന് ഇനി സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആവശ്യമില്ല. അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിച്ചില്ലെങ്കിൽ അടുത്തയാൾക്ക് അവസരം ലഭിക്കും. വസ്തുത അറിയാതെയാണ് പലരും പ്രചാരണം നടത്തുന്നതെന്നും രമേശ് ചെന്നിത്തല റിപ്പോർട്ടറിനോട് പറഞ്ഞു. സർക്കാരിൻ്റെ മുമ്പിൽ വല്ല വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുന്നത്. അതിനകത്ത് ആരെയും അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഞങ്ങളില്ല. നമ്മുടെ മുമ്പിൽ വന്ന DGP തന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തീരുമാനം എടുക്കുമ്പോൾ വളരെ അവധാനത ഞങ്ങൾ കാണിക്കുകയുണ്ടായി. കേന്ദ്ര സർവീസുകളുടെ ഉദ്യോഗസ്ഥനെ സ്ഥാനക്കയറ്റം തടയുന്ന 3 കാരണത്താലാണ്. ഒന്ന്, അയാളെ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടാമതായി വകുപ്പ് നടപടി ഉണ്ടാകണം, ക്രിമിനൽ കേസിൽ പ്രതിയായി കുറ്റപത്രം സമർപ്പിക്കണം. ഈ 3 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രൊമോഷൻ തടയാൻ സാധ്യമാവുകയുള്ളൂ. ഇതാണ് എൻ്റെ വസ്തുത. ഈ വസ്തുത അറിയാതെയാണ് ആളുകൾ ഓരോന്നും പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിയമം അദ്ദേഹത്തിനും ബാധകമായിരുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആണ് കേട്ടോ, അതിന് ഒരു സംശയത്തിൻ്റെ ഇവിടെയില്ല. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, അപ്പോൾ MR അജിത് കുമാറിന് DGP പ്രൊമോഷൻ ഇല്ല. CAT-യിൽ പോയെങ്കിലും തിരിച്ചടിയായിരുന്നു. ഒരു സ്റ്റേ വന്നിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ MR അജിത് കുമാറിന് വേണ്ടി സ്ക്രീനിംഗ് കമ്മിറ്റി സംഘടിപ്പിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഇനി S ശ്രീജിത്തിനെ ആയിരിക്കും DGP ആയിട്ട് പരിഗണിക്കുക. അതല്ലെങ്കിൽ ഈ കേസും കൂട്ടമൊക്കെ അവസാനിച്ച് നിരപരാധിയായി ഒടുവിൽ സർവീസിൽ തിരിച്ചെത്തണം MR അജിത് കുമാർ. അതിനുള്ളൊരു സാഹചര്യം ഈ 31 മുമ്പില്ലല്ലോ അല്ലേ റോഷിപാൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നിലവിലെ സാഹചര്യത്തിൽ MR അജിത് കുമാറിന് DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കില്ലെന്ന് ഉറപ്പായി. സർക്കാരിന്റെ നിലപാടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവിടെ വിശദീകരിച്ചത്. കാരണം സസ്പെൻഷനിലായ MR അജിത് കുമാറിന്റെ സാധ്യത അത് പരിഗണിക്കാൻ പോലും സർക്കാർ തയ്യാറല്ല. കാരണം വളരെ ഗൗരവമുള്ള ഗുരുതരമായ ഒരു കുറ്റകൃത്യം MR അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന നിലപാട് തന്നെയാണ് കോടതിയിൽ പോലും സർക്കാർ ആവർത്തിക്കുന്നത്. അതിൽ കാറ്റിൽ സർക്കാർ ആവർത്തിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി S ശ്രീജിത്തിനാണ് അവിടെ പ്രൊമോഷൻ ലഭിക്കാൻ, സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത. ആ സീനിയോറിറ്റിയുള്ള പട്ടിക തയ്യാറാക്കിയത് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. ആ പട്ടികയിൽ 2ാമത് നിൽക്കുന്നത് S ശ്രീജിത്താണ്. സ്വാഭാവികമായും ശ്രീജിത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. MR അജിത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി കാറ്റിൽ വലിയ പോരാട്ടം നടത്തി ഏതെങ്കിലും തരത്തിൽ കുറ്റവിമുക്തനായി തിരിച്ചു വന്നാൽ മാത്രമേ ഇനിയൊരു അവസരം ഉണ്ടാവുകയുള്ളൂ. അത് ഈ ചുരുങ്ങിയ സമയത്തിന് ഇടയിൽ നടക്കില്ല. MR അജിത് കുമാർ നൽകിയ ഹർജി അത് പരിഗണിച്ചുകൊണ്ട് അത് ഫയലിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വാദം പൂർത്തിയാകണം, അതിന് കാലതാമസം ഉണ്ടാകും. ഇനി 1.5 വർഷമാണ് MR അജിത് കുമാറിന് പോലീസിലെ സർവീസ് ഉള്ളത്. അതിനിടയിൽ ഈ നിയമ നടപടികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ, അത് അടുത്ത ഒഴിവ് വന്നാൽ സ്വാഭാവികമായും സ്ഥാനക്കയറ്റം MR അജിത് കുമാറിന് ലഭിക്കൂ. നിലവിൽ MR അജിത് കുമാറിന് DGP പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ഇല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അല്ലെങ്കിലും രമേശ് ചെന്നിത്തല എങ്ങനെ ക്ലാരിറ്റിയോടുകൂടി ഒരു കാര്യം പറയുന്നുള്ളൂ. നടപടിയുണ്ടോ? നടപടിയുണ്ട്. നമ്മൾക്കതിനകത്തൊന്നും ചെയ്യാനില്ല. കാര്യം എന്താ? ചട്ടപ്രകാരം DGPക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കുന്നതിന് 3 കാര്യങ്ങളുണ്ട്. വകുപ്പ് തല നടപടിയുണ്ടോ? സസ്പെൻഷൻ ഉണ്ടോ? ക്രിമിനൽ കേസിൽ പ്രതിയാണോ? ഇത് 2 കാര്യത്തിലും അജിത് കുമാറിനെതിരെയാണ് കാര്യങ്ങൾ. അപ്പോൾ പ്രൊമോഷൻ കിട്ടൂല. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ.